പ്രിയമുള്ളവരെ, ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ ഒരു മഹത്തായമായ ഒരു സംരംഭം, ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യാത്ര തുടക്കം കുറിക്കാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പ്രസിഡൻറ്റ് റെജീന ഉണ്ട്, റഷീദ, സൽമ, ശാന്തേച്ചി, മോബിക, പ്രജീഷ, അങ്ങനെ എല്ലാ ഭാരവാഹികളും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ വാഴക്കാട് ഗ്രേസ് വില്ല എന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അവിടെ ഡിസേബിൾഡായ കുറച്ച് കുട്ടികളെ, സുഖമില്ലാത്ത കുറച്ച് കുട്ടികളെ അവരെ കണ്ട് അവർക്കൊപ്പം ഒരു ദിവസം അവർക്കൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർക്കിപ്പോൾ ഒരു ദിവസം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഏതായാലും ഈ യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. മറ്റു കാര്യങ്ങൾ പിന്നീട് വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. താങ്ക് യു. നമ്മളങ്ങനെ ഗ്രേസ് വില്ലന്റെ വാതിൽക്കൽ എത്തിയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരോട് ഇവിടെ എത്താണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് കയറാൻ പോവാണ് മക്കളുടെ അടുത്തേക്ക്. ഒരു സൈഡ് കൂടി പിടിച്ചെടുക്ക്. നമുക്കറിയാലോ. ഞാനാ വന്നേ. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ അൻവാശ പോണേ ഉള്ളു. അതിന്റെ അത് നമ്മൾ ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കാൻ തുടങ്ങണുള്ളു. ഇവിടുന്നാണ് ഇതാണ് നമ്മൾ ഈ കുളിക്കണ സോപ്പിന്റെ ഉണ്ടാക്കണേ. കുളിക്കണ സോപ്പ്, അൽക്ക് സോപ്പിന്റെ, ബീം കട്ടന്റെ ഇതൊക്കെയാണ്. അങ്ങനെ നമ്മൾ മക്കൾക്കുള്ള ഫുഡ് വിളമ്പാണിതാ. നമ്മളെ പ്രസിഡന്റാണ് പിന്നെ ചോറൊക്കെ വിളമ്പ് റെഡിയാക്കണേ. മറ്റൊരാൾ ഇതാ അവിടെ കണ്ണടൊക്കെ വെച്ച് കണ്ണ് കാണായിട്ടാണോ? പ്രസിഡന്റിനെ കാണില്ലല്ലോ. ഇവിടുത്തെ മക്കള് ഉണ്ടാക്കിയ ഓരോ സാധനമാണ് ഇവിടെ. ഇതാ സോപ്പാണിത്. ഇത് വേറൊരു തരം സോപ്പ്. ഇത് അലക്കണ പൊടി, പപ്പടം, പുൽത്തൈലൊക്കെ മക്കൾ പുൽത്തൈലം, അലക്കുന്ന സോപ്പ്, ഇത് ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്. ഇങ്ങനെ പലതാ സ്ക്രബ്, പാത്രത്തിൽ കഴുകാനുള്ള, പിന്നെ ചെറിയ മാന്താനം, ചവിട്ടിയൊക്കെ മക്കൾ ഉണ്ടാക്കണതാണ്. പല സൈസ് കളറും ഒക്കെ മക്കൾ ഉണ്ടാക്കി വെച്ച അവിടുത്തെ മുകളിലുള്ള ഒല റൂമിൽ പോവാ. ഇത് പോലെ ഒരു റൂമാണ് കിടക്കണ. ഒരു 6 ആൾക്ക് ഇവിടെ കിടക്കാം. ഇവിടെ ഇവിടെ അല്ലേ റൂം? ഇത് നിസ്കരിക്കാനുള്ള റൂം. എല്ലാരും കൂടി ഒരുമിച്ച് അവിടെ നിസ്കരിക്കലൊക്കെ അതിനുള്ള റൂം. പിന്നെ ഇവിടെയും കുറച്ച് ആൾക്കാർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. മെഷീനൊക്കെ ഉണ്ട് തയ്ക്കാനൊക്കെ ഉള്ള. നമുക്ക് ഇനി ഇവിടുത്തെ മാഷോട് ചോദിക്കുക ഈ സ്ഥാപനം എങ്ങനെ ഉണ്ടായത്, എങ്ങനെ കൊണ്ടുപോണത് എന്നൊക്കെ മാഷോട് ചോദിക്കാം. അപ്പോൾ
അല്ല, അത് വലിയൊരു സംഭവമാണ്. ഞാൻ കോഴിക്കോട് കുളത്തറ സ്പെഷ്യൽ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പ്രിൻസിപ്പളാണ്. 22 വർഷമായി അവിടെ. അപ്പോൾ നമ്മുടെ സ്കൂളുകൾ അറിയാമല്ലോ, 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ വിടുകയാണ്. അപ്പോൾ രക്ഷിതാക്കളോട് 18 വയസ്സായി, ഈ വർഷം കൊണ്ടുപോകേണ്ടതാണ്, അടുത്ത വർഷം കൊണ്ടുപോകേണ്ടതാണ്, പേര് വെട്ടാണ് പറയുമ്പോൾ രക്ഷിതാക്കളെ ചോദ്യമുണ്ട്, എന്താ മാഷെ ഞങ്ങൾ ചെയ്യുക, വീട്ടിൽ പൂട്ടിയിടണോ, റോഡ് തെണ്ടിക്കണം, അതുകൂടി പറയുന്നു. പേര് വെട്ടാനും പറഞ്ഞേക്കാൻ എളുപ്പമാണ്, അവരെങ്ങോട്ടെ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് അറിയില്ല. ആ ഒരു സങ്കടം, പ്രയാസം, വല്ലാത്തൊരു അവരെ കണ്ണീര്. കുട്ടികളും ചോദിക്കുകയാണ്, മാഷെ ഞങ്ങൾ പറഞ്ഞേക്കാണെന്ന് എടുക്കൂലെന്ന്. ഈ ഒരു ഏജിൽ ഒരു പറഞ്ഞേക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ് 18 വയസ്സിന് ശേഷം. പറയാമല്ലോ, ബഡ്സ് സ്കൂളായിട്ട് സ്പെഷ്യൽ സ്കൂളായിട്ട് ഒരുപാടുണ്ട്, കാരണം വളരെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ 18 വയസ്സോട് കൂടി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊക്കെയാണ് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാതായി പോവാണ്. ആ കുട്ടികളെ വീട്ടിൽ തന്നെ തളച്ചിടുന്ന അവസ്ഥ, അല്ലെങ്കിൽ തെരുവുകളിൽ നടക്കുന്ന അവസ്ഥ ഇതാണ്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ. ഈ ചോദ്യം ഞാൻ വന്ന് വൈഫിനോട് ഒരിക്കൽ പറയാണ്. കാരണം വൈഫ് ലൗഷോർ സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്യണ തെറാപ്പിസ്റ്റുമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലുണ്ട് 4 കുട്ടികൾ, അവരും പ്രയാസം കാണാൻ വയ്യ, അവരുടെ സങ്കടം, അവർ പിരിഞ്ഞ് പോണേൽ എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, എന്നാൽ അവരിങ്ങോട്ട് കൊണ്ടുവരിക, നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ താമസിക്കാനെടുത്ത് ഈ വളവ് തന്നെയല്ലേ, നിങ്ങൾ ഒരുപാട് വീട് ഉണ്ടാവും, അവിടെയാണ് ഇവർ ആദ്യമായിട്ട് തുടങ്ങിയത്. 2018 തുടങ്ങിയിട്ടുണ്ട്. 11 കുട്ടികൾ വെച്ച് തുടങ്ങിയതാണ് എൻ്റെ സ്കൂളിൽ പല ഭാഗത്തുള്ള. 2018 കൊറോണ ആയിട്ട് എല്ലാവരും വിടേണ്ടി വന്നു. കാരണം അറിയാലോ, പിന്നെ രക്ഷിതാക്കൾ വിളി തുടങ്ങി, എന്താ മാഷെ തുറക്കൂല എടുക്കൂല എന്ന് വെച്ചിട്ട്. അപ്പം ഭയങ്കര പ്രയാസം. കാരണം ഞാനൊരാളല്ല മാനേജ് ചെയ്യുന്നത്. ഏതൊരു പെണ്ണും പറയില്ല അവരങ്ങോട്ട് കൊണ്ടുവരിക, നമുക്ക് നോക്കാമെന്ന്. അവളാ മനസ്സ് പറഞ്ഞ അന്ന് മുതൽ ഇവരോടൊപ്പം തന്നെയാണ് ഒരു സമയത്തൊക്കെ സേവനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 12,000 രൂപ ബിൽഡിങ്ങിന് വാടക, കാരണം പിന്നെ ചിലവുകൾ, 6 സ്റ്റാഫിൻ്റെ സാലറി, അത് എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല. പ്രത്യേക ഒരു ഫണ്ടോ സ്ഥിര വരുമാനം നമുക്കില്ല. കിട്ടുന്നങ്ങനെ നടന്നു പോകുന്ന, ആരെങ്കിലും നിയമത്തിൽ ഭക്ഷണം തരുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുന്ന, വാടകയ്ക്ക് ഇത്ര വെച്ചുകൂടി മാഷെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോവാണ്. നാളെ എന്തെന്ന് ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. നാളെ ഞാൻ ഒന്ന് തലയിറങ്ങി കിടക്കുക, അല്ലെങ്കിൽ വേറെ എന്താ അസുഖം, ഇവിടെ ആര് മാനേജ് ചെയ്യാൻ എന്താവുന്നുള്ളത് കുട്ടികളെ എപ്പോഴും പറയാം. നമ്മൾ അവരെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് പറയല്ല. ഇങ്ങനത്തെ ഭിന്നശേഷിക്കാരെ മാനസിക വിഭാഗം ഒരു പ്രാർത്ഥന കാണാം, കേൾക്കാം. കാരണം നമ്മളോട് ജാതി മത പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഉണ്ട്. ഇപ്പം വിജിത്ത് എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ അല്ല, വടകരല്ലേ, അവൻ്റെ മോൻ്റെ കല്യാണം ശരിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഉള്ളതിൽ 3 പേര് കല്യാണം കഴിച്ചു വരാം. നമ്മൾ അവർക്ക് താമസം, ഭക്ഷണം, തൊഴിൽ പരിശീലനം കഴിഞ്ഞാൽ ഇവിടെ തന്നെ ജോലി, പിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. ഇത്രേ പറ്റുള്ളൂ. കല്യാണം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരല്ല, കുറച്ച് നമ്മൾ പാവപ്പെട്ട് എത്തിയും കുട്ടികൾ, അനാഥരായിട്ടുള്ള ഇവരെ പോറ്റാൻ പറ്റുന്ന കുടുംബം ഉണ്ടെങ്കിൽ ബന്ധപ്പെടും. കാരണം വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓല പാടായല്ലോ എന്ന് വിചാരിക്കണമല്ല, കൂടെ നിർത്തി അവർ പരിചരിക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ട്രെയിനിങ് കൊടുത്താൽ അവർ മെച്ചപ്പെടും. നമ്മൾ 15 ദിവസം കൂടെ മാസത്തിലൊരിക്കൽ അവരെ വിളിക്കുന്ന, ഫാമിലി വൈഫിനെ അവരും വിളിച്ചിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നു, നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ ഇപ്പം മോന് വിശേഷമുണ്ട്. മുഹമ്മദ് കോയ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് കല്യാണം ചെയ്ത മോനക്ക് കുട്ടിയായി. അങ്ങനെയൊക്കെ ഇതിൽ അപ്പോൾ ഇങ്ങനെ കല്യാണം രാത്രി
സൽമാനെ മൈക്ക് അവർക്ക് റെഡിയല്ലേ? അപ്പോ അസ്സലാമു അലൈക്കും. അപ്പൊ ഏതായാലും സന്തോഷായില്ലേ? എന്താ കഴിച്ചേ? ബിരിയാണില്ലേ? വൈകുന്നേരം രാത്രി കഴിക്കുവോ? എത്ര കിലോ വേണമെന്ന് വെച്ചാൽ പറയാൻ പേടിയാണ്. കാരണം ഇത്രയും കുട്ടികൾ എത്രയും വേണം. അതുകൊണ്ട് അങ്ങനെ ഏതായാലും കേട്ടോ, പല ഭാഗത്തു നിന്നായിട്ട് വന്നവരാണ് ഇവര്. നമ്മുടെ സ്ഥാപനത്തെ പറ്റി അറിയാനും മനസ്സിലാക്കാനും സൂറാത്താത്തിന്റെ കെയർ ഓഫില് വന്നു. ആദ്യം വന്നവരുണ്ട്, താത്തമാരുണ്ട്. ഏതായാലും അവരൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഇഷ്ടമുണ്ട്. നിങ്ങൾക്ക് അറിയാലേ, നിങ്ങൾ അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും. എന്തോ ഒരു ഇഷ്ടം നിങ്ങളോട് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നല്ല മക്കളായതുകൊണ്ടും നിങ്ങൾ ഇഷ്ടമുള്ളതുകൊണ്ടും നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ, നിങ്ങളെ പ്രാർത്ഥന കൂടാനൊക്കെയാണ് വരുന്നത് അല്ലേ? അപ്പോ അവരൊരു സംഘടന, പുതിയ സംഘടന എന്താണ് രൂപം കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന കേട്ടോ, ഒരു കൂട്ടായ്മ രൂപം കൊടുത്തിട്ടുണ്ട്. അതിന്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, പലരുടെയും വിഷമം മനസ്സിലാക്കാനും അവരെ കണ്ണീരൊപ്പാനൊക്കെ അവർ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും വന്നത് അല്ലേ? ഒത്തിരി പേരതിലുണ്ട്. ഇനിയും അതിന്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒത്തിരി അവരുടെ കണ്ണീരൊപ്പാനും വലിയ ആശ്വാസമായി മാറാനും ഈ കൂട്ടായ്മക്ക് സംഘടന കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന അവർ മനസ്സുകൊണ്ടും ഏത് സ്ഥാപനത്തിൽ പോലെ നിങ്ങൾക്ക് അറിയാം, ആ ഗ്രില്ല് പൂട്ടിയിടുക ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങാത്ത ഉള്ളിൽ പോയിക്കോളി എന്ന് പറയും. ഇവരിപ്പോൾ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ അവിടെ എത്തി, നിങ്ങളെ യാത്രയൊക്കെ അവർ വരും. പാർക്കിങ്ങും വണ്ടി സൈഡാക്കാനൊക്കെ ഉഷാറാണ്. അപ്പൊ അങ്ങനെ ഇത്രയും മക്കൾ ഇവരെ വരുമ്പോ ഈ രൂപത്തിലല്ലായിരുന്നു അവര്. ആരും മുഖം നോക്കാതെ ഒന്ന് നേരെ നോക്കപ്പോഴുണ്ട്. എന്നിട്ട് കുട്ടികൾ അങ്ങനെ പുതിയ വന്നവര് മുഖം നോക്കാതെ മടിച്ച് ഇന്നൊരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്നവരായിരുന്നു. നിരന്തരമായ ടീച്ചേഴ്സിന്റെ പരിശ്രമം കൊണ്ടാണ് ഈ രൂപത്തിലായത്. ഇന്ന് അവർ 7 പേര് രജിസ്റ്ററിൽ ടീച്ചേഴ്സിനെ പോലെ മറ്റുള്ള സ്റ്റാഫിനെ പോലെ തന്നെ ഒപ്പിടുന്നവരും ശമ്പളം വാങ്ങുന്നവരാണ്. 3 പേര് കല്യാണം കഴിച്ചു. ഇനിയിപ്പോ കല്യാണം കഴിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആദ്യം ആരും വന്നാലും കല്യാണം വേണമെന്നാ പറയുന്നത്. ഇപ്പൊ എന്താ കാരണം? ഓർക്കറിയാം, ഓല് ശമ്പളം ഉണ്ട്, ജോലി ഉണ്ട്, എന്താ പണി വെച്ചാൽ ഗ്രേസിലെ സ്റ്റാഫാന്ന് പറയാനുള്ള അത്രയും വളർന്നു പോയി. അപ്പോ ഇന്ന് ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണല്ലോ. ായ റബ്ബേ, നമ്മളെല്ലാവരും സ്വീകരിക്കണം. എല്ലാവരും ഉദ്ദേശത്തിന് വേണ്ടി തന്നെ നമ്പരാണ്, എല്ലാ ഉദ്ദേശത്തിന് വേണ്ടി നമ്പരാണ്, എല്ലാവരും ഉദ്ദേശത്തിന് വേണ്ടി തന്നെ നമ്പരാണ്, ഉദ്ദേശത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും ഇപ്പൊ ഞാൻ ഒരുപാട് കുട്ടികളെ കാണാനൊക്കെ പോയി മക്കളെ കൂടി NSSന്റെ കൂടിയൊക്കെ. പക്ഷെ ഇവിടെ വന്ന സമയത്ത് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കാത്ത ആളുകളായിരിക്കുന്നു. ഞാൻ ഇവിടുന്ന് പോയാലും നിങ്ങൾ ഒരിക്കലും ഞാൻ മറക്കില്ല. കാരണം അത്രത്തോളം എന്റെ മനസ്സിലേക്ക് വന്നു. അതേപോലെ ഈ മൈക്ക് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് പ്രയാസമാവും. അഭിപ്രായം പറഞ്ഞില്ലേ. അതേപോലെ മാഷിന്റെ ഫാമിലി ഇവരെങ്ങനെ
ഇത്രത്തോളം മോട്ടീവ് ചെയ്ത് ഇത്രത്തോളം എത്തിച്ച് എല്ലാവരും വ്യത്യസ്തമായ കലകളും കഴിവുകളുള്ളവരാണ്. അത് അപ്പൊ എനിക്ക് പറയാനുള്ള മാഷയുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ അതാണ് എന്റെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ. കാരണം ഞങ്ങളോ ഒന്നും പറയാതെ ഞങ്ങൾ ഏത് സംഘടനയാണ് ആ സംഘടനയുടെ പേര് പോലും അവർ ഉൾപ്പെടുത്തി ഇതിൽ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് പറയാം